അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ ആണ് നമ്മൾ പറഞ്ഞ് വെച്ചത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ അല്ലെങ്കിൽ ആൽഗകളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ എങ്ങനെയാണ് ആൽഗകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ആൽഗകളെ അവയുടെ നിറത്തിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി കളർ ദി ആൽഗെ ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞതാണ്. ഒന്ന് ക്ലോറോഫൈസിയെ എന്ന് പറയുന്ന വിഭാഗമാണ്. ക്ലോറോഫൈസിയെ, ഒന്ന് ക്ലോറോഫൈസിയെ, അതല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ. ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ. ഇനി രണ്ടാമത്തത് തിയോഫൈസിയെ, അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ. തിയോഫൈസിയെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ. ഇനി മൂന്നാമത്തത് റോഡോഫൈസിയെ, അല്ലെങ്കിൽ റെഡ് ആൽഗെ. ഇങ്ങനെ പ്രധാനമായിട്ടും 3 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചു. അതിൽ ഒന്നാമത്തത് ഗ്രീൻ ആൽഗെയാണ്, ഗ്രീനിഷ് ഇൻ കളർ. രണ്ടാമത്തത് ബ്രൗൺ ആൽഗെയാണ്. മൂന്നാമത്തത് റെഡ് ആൽഗെയാണ്. അപ്പോൾ ഇവയുടെയൊക്കെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആൽഗകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചില പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലോറോഫൈസിയെ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ക്ലോറോഫൈസിയെ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഗ്രീൻ ആൽഗെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലത് യൂണിസെല്ലുലാർ ഫോംസ് ആണ്. യൂണിസെല്ലുലാർ. ഇപ്പോൾ ക്ലാമിഡോമോണസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ is a unicellular form. യൂണിസെല്ലുലാർ ഫോം ആണ് ക്ലാമിഡോമോണസ്. അതുപോലെ തന്നെ ചിലത് ലീനിയർ ആയിട്ടുള്ള ഫിലമെന്റസ് ഫോം ഉണ്ട്. ഫിലമെന്റസ് ഫോം. ഇപ്പോൾ സ്പൈറോഗീന, സ്പൈറോഗീന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഫിലമെന്റസ് ഫോം ആണ്. ഫിലമെന്റസ് ഫോം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ളത് ഉണ്ട്. കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ള ഫോം ഉണ്ട്. കേര ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. കേര എന്ന് പറയുന്ന ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കോംപ്ലക്സ് സ്ട്രക്ചറോട് കൂടിയതാണ്. കോംപ്ലക്സ് സ്ട്രക്ചറോട് കൂടിയതാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ വരത്തക്ക രീതിയിൽ ഉള്ള ഒരു അഡ്വാൻസ്ഡ് പ്ലാന്റിനെ റിസംബിൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് കാര എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ താലസോട് കൂടിയ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്, ക്ലോറോഫൈസിയിൽ ഉണ്ട്. പിന്നെ ക്ലോറോഫൈസിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ക്ലോറോഫൈസി ആയതുകൊണ്ട് അതിനകത്ത് കാണപ്പെടുന്ന പിഗ്മെന്റ് ഏത് പിഗ്മെന്റ് ആയിരിക്കും പ്രധാനമായിട്ടും കാണാൻ കഴിയുക? അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് അതിനകത്ത് പ്രധാനമായിട്ടും കാണപ്പെടുക. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ഷേപ്പുകളിൽ കാണപ്പെടുന്നു. എന്താണ് ഈ ക്ലോറോപ്ലാസ്റ്റും ക്ലോറോഫില്ലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ ഓർഗനൽ വിച്ച് കണ്ടെയ്ൻ ദി ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്ന ആ പിഗ്മെന്റ് കാണപ്പെടുന്ന ഓർഗനൽ, ദാറ്റ് മീൻസ് ദ ഓർഗൻസ് ഇൻസൈഡ് ദ സെൽ ഈസ് കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലോറോഫിൽ എ, ചുരുക്കി നമ്മളിങ്ങനെ എഴുതാം ക്ലോറോഫിൽ എ, അതുപോലെ തന്നെ ക്ലോറോഫിൽ ബി എന്നീ വ്യത്യസ്തങ്ങളായ ക്ലോറോഫില്ലുകൾ ഇതിനകത്ത് കാണപ്പെടും. അപ്പോൾ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന ക്ലോറോഫിലും ക്ലോറോഫിൽ ബി എന്ന് പറയുന്ന 2 തരത്തിലുള്ള ക്ലോറോഫില്ലുകൾ, അതായത് ഗ്രീൻ പിഗ്മെന്റുകൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലോറോപ്ലാസ്റ്റുകൾ വ്യത്യസ്ത തരത്തിൽ ഷേപ്പുകളിൽ കാണാൻ കഴിയും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിസെല്ലുലാർ ഫോം ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും കാണപ്പെടുക. കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇപ്പോൾ ക്ലാമിഡോമോണസ് എന്ന് പറയുന്ന ഒരു
പ്ലാന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കപ്പ് ഷേപ്പിലുള്ള ഒരു കപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ക്ലോറോപ്ലാസ്റ്റ് ആണ് ഉള്ളത്. കപ്പ് ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ കപ്പ് ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ് കൂടാതെ അതിനകത്ത് പൈലിനോയിഡ്സ് എന്നൊക്കെ പറയുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ടാകാം. പിന്നെ അത് ഒരു പ്രത്യേകതയാണ്, കപ്പിന്റെ ആകൃതിയിലുള്ള ക്ലോറോപ്ലാസ്റ്റ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ സ്പൈറോകെയറ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിബണിന്റെ ആകൃതിയിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും അതിനകത്ത് കാണപ്പെടുക. റിബണിന്റെ ആകൃതി, റിബൺ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇങ്ങനെ റിബണിന്റെ ആകൃതിയിൽ ഉള്ള ക്ലോറോപ്ലാസ്റ്റ് ഇതിനകത്ത് കാണാം. അപ്പോൾ അത് നമ്പർ എന്ന് പറയുന്നത് വേരി ചെയ്യും, വ്യത്യസ്തങ്ങളായ നിരവധി നമ്പേഴ്സ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെ റിബണിന്റെ ആകൃതിയിലുള്ള എന്തുണ്ട് ക്ലോറോപ്ലാസ്റ്റുകൾ ഇതിനകത്ത് ഉണ്ടാകാം. പിന്നെ ഒരു സ്റ്റാറിന്റെ ആകൃതിയിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകാം, സ്റ്റെല്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റാറിന്റെ ആകൃതിയിലുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടാകാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ ഇതിനകത്ത് കണ്ടേക്കാം. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽ, അപ്പൊ പിഗ്മെന്റ്സ് പ്രസന്റ് എന്ന് പറയുന്നത്, പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ്. ഇനി അതിന്റെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്റ്റാർച്ച് ആണ്. ക്ലോറോഫൈസിയയുടെ പ്രത്യേകത അതിനകത്ത് സ്റ്റാർച്ച് ആണ് പ്രധാനമായിട്ടും റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റാർച്ച് ആണ്. ഇതിനകത്ത് തന്നെ ഫൈലിനോയിഡ്സ് എന്ന് പറയുന്ന ചില സ്ട്രക്ചേഴ്സ് ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് കണ്ടേക്കാം, ഫൈലിനോയിഡ്സ്. അപ്പോൾ ഫൈലിനോയിഡ്സ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനകത്ത് സ്റ്റാർച്ചിനെ കൂടാതെ പ്രോട്ടീനും കൂടി ഉണ്ടായേക്കും എന്നുള്ളത് അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതാണ് ഫൈലിനോയിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ഫൈലിനോയിഡ്സ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചേഴ്സിനകത്ത് സ്റ്റാർച്ചിനെ കൂടാതെ പ്രോട്ടീൻ കൂടി ഉണ്ടായേക്കാം. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ ക്ലോറോഫൈസിയെ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ആൽഗി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യസ്ത യൂണിസെല്ലാർ ഫോംസ് ഉണ്ട്, ഫിലമെന്റസ് ഫോം ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലാർ അല്ലെങ്കിൽ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. മൾട്ടി സെല്ലാർ ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. കാര ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ ദേർ. ദേ ആർ നോട്ട് ആക്ച്വൽ സ്റ്റെം ഓർ ലീഫ്. ശരിക്കുള്ള ലീഫോ ശരിക്കുള്ള സ്റ്റെമോ ഒന്നുമല്ല, പക്ഷെ അതിനെ റിസംബിൾ ചെയ്യുന്ന ചില സ്ട്രക്ചേഴ്സ് അതിനകത്ത് ഉണ്ടായേക്കാം. അപ്പൊ ക്ലോറോഫൈസിയെ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് തിയോഫൈസിയെ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. തിയോഫൈസിയെ ഇതിനകത്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുക? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഫ്രാഗ്മെന്റേഷൻ, എസെക്സ്വൽ വെജിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. എസെക്സ്വൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. നമുക്ക് പറയാം വെജിറ്റേറ്റീവ്, ആ ഫിലമെന്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ബ്രേക്ക് ചെയ്ത ഓരോ സെഗ്മെന്റിൽ നിന്നും അതല്ലെങ്കിൽ ഓരോ പീസിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വെജിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രാഗ്മെന്റേഷൻ ആ ടേം. പിന്നെ അത് കഴിഞ്ഞിട്ട് എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈ സ്പോർ ഫോർമേഷൻ. അത് മൊട്ടൈൽ സ്പോർ ആണെങ്കിൽ അതിനെ സൂസ്പോർ എന്ന് വിളിക്കും. അപ്പോൾ സ്പോർ ഫോർമേഷൻ, എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബൈ sporulation അല്ലെങ്കിൽ spore formation, asexual method of reproduction. അപ്പോൾ vegetative method of reproduction, vegetative reproduction is by fragmentation. Asexual spores by sporulation or spore formation. The spores may be motile spores or non-motile spores. In a sexual method of reproduction, സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ബൈ ഗമേറ്റ് ഫോർമേഷൻ. സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഗമേറ്റ് ഫോർമേഷൻ നടക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐസോഗമസ്, അനൈസോഗമസ് ആൻഡ് ഊഗമസ്, 3 തരത്തിൽ നടക്കാം. ഐസോഗമസ് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഗമേറ്റുകൾ. ഐസോഗമസ്, സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബൈ ഐസോഗമി, അതല്ലെങ്കിൽ ഒരേ ഐഡന്റിക്കൽ ഗമീസ്. അനൈസോഗമസ്, അനൈസോഗമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് റിസംബ്ലൻസും ഉണ്ടാകും, അതുപോലെ തന്നെ ഡിഫറൻസും ഉണ്ടാകും. ഗമീറ്റ്സ് എന്ന് പറയുന്നത്
ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരെണ്ണം രണ്ട് ഗമീറ്റ്സ് ഉണ്ടാകുന്നു, ഒന്ന് സ്മാളർ ഇൻ സൈസ് ആൻഡ് ദി അതർ ഈസ് ലാർജർ ഇൻ സൈസ്. രണ്ടും മോട്ടയിലാണ്. അപ്പൊ അതാണ് അനൈസോഗമസ്. ഇനി ഊഗമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തത് ഊഗമസ് എന്ന് പറയുന്ന അവസ്ഥ. ഊഗമസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ എന്ന് പറയുന്നത് ലാർജർ ഇൻ സൈസ് ആൻഡ് നോൺ മോട്ടൈൽ, മെയിൽ എന്ന് പറയുന്നത് സ്മാളർ ഇൻ സൈസ് ആൻഡ് മോട്ടൈൽ. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ അവിടെ നടക്കാം. സോ ദാറ്റ് ഈസ് ക്ലോറോഫൈസി. അപ്പോൾ ക്ലോറോഫൈസി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഫിയോഫൈസിയെ എന്ന് പറയുന്ന വിഭാഗമാണ്. എന്താണ് ഫിയോഫൈസിയെ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രത്യേകത? ഫിയോഫൈസിയെ എന്ന് പറയുന്ന പ്ലാന്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രൗൺ ആൽഗയാണ്, ബ്രൗണിഷ് ഇൻ കളർ. അപ്പോൾ ഈ ബ്രൗൺ കളർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്ലോറോഫിൽ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് കാണപ്പെടുന്ന പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്, പിഗ്മെന്റ്സ് ക്ലോറോഫിൽ ഉണ്ട്, നിർബന്ധമായിട്ടും ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ സിയും രണ്ട് തരത്തിലുള്ള ക്ലോറോഫിൽ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലോറോഫിൽ ഗ്രീൻ പ്ലാന്റ് ആയതുകൊണ്ട് അതിനകത്ത് രണ്ട് ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. ക്ലോറോഫിൽ മോളിക്യൂൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും ഇതിനകത്ത് മൂന്നില്. പിന്നെ അതിനകത്ത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ സിയുമാണ് കാണപ്പെടുന്നത്. അത് കൂടാതെ സാന്തോഫിൽ, കരോട്ടീൻ തുടങ്ങിയുള്ള ചില പിഗ്മെന്റ്സ് കൂടി അതിനകത്ത് കണ്ടേക്കാം. അപ്പോൾ സാന്തോഫിൽ, അതുപോലെ തന്നെ കരോട്ടീൻ. ആ സാന്തോഫിലിന്റെ ഒരു രൂപമാണ് ഫ്യൂക്കോസാന്തിൻ. ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്നത് ഈ സാന്തോഫിലിന്റെ ഒരു രൂപമാണ്. അപ്പൊ സാന്തോഫിൽ എന്ന് പറയുന്നത് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന രൂപത്തിൽ ആണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ബ്രൗണിഷ് ഇൻ കളർ. ആ ബ്രൗണിഷ് ഇൻ കളർ ആയതുകൊണ്ടാണ് അതിന് ഫിയോഫൈസി അല്ലെങ്കിൽ ബ്രൗൺ ആൽഗി എന്ന പേര് കിട്ടിയത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ചില പ്ലാന്റുകൾ 100 മീറ്ററോളം വലിപ്പത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ വരെ വളരാൻ സാധ്യതയുണ്ട്. അതായത് കെൽപ്സ്, ഉദാഹരണമായിട്ട് കെൽപ്സ് എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 100 മീറ്റർ വരെ വലിപ്പത്തിൽ അത് വളരുവാനുള്ള സാധ്യത ഉണ്ട്. അത് മോസ്റ്റ്ലി ദേ ആർ മറൈൻ ഇൻ നേച്ചർ, മറൈൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ അതിനകത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലാമിനാരിൻ, മാനിറ്റോൾ തുടങ്ങിയവ അതിന് എക്സാമ്പിൾ ആണ്. റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ലാമിനാരിൻ, മാനിറ്റോൾ ഈ രൂപത്തിലാണ് ലാമിനാരിൻ. അതുപോലെ തന്നെ മാനിനേറിയ, ബ്രൗൺ ആൽഗിക്ക് എക്സാമ്പിൾ. സർഗാസം എന്നിവ എക്സാമ്പിൾ ആണ്. ഏതിനാണ്? ഫിയോഫൈസിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഫിയോഫൈസിയയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാമിനേറിയ, അതുപോലെ തന്നെ സർഗാസം എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്ന ചില ആൽഗകൾ ആണ്. സോ ദാറ്റ് ഈസ് ഫിയോഫൈസിയെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗ. ഈ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? സോ ദാറ്റ് ഈസ് റോഡോഫൈസിയെ. റോഡോഫൈസിയെ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൽഗകളുടെ പ്രത്യേകത എന്താണ്? റോഡോഫൈസി അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ടത് റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗെ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൽഗകളെ കുറിച്ചാണ്. അപ്പോൾ റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗെ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഈ ആൽഗകളുടെ പ്രത്യേകത എന്താണ് എന്നാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു റെഡ് കളറാണ്. അപ്പോൾ ഈ റെഡ് കളറിന് കാരണം എന്ന് പറയുന്നത് ക്ലോറോഫിൽ കൂടാതെ അഡീഷണൽ ആയിട്ട് ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു അല്ലെങ്കിൽ ഒരു പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ്.
അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാം ക്ലോറോഫിൽ മോളിക്യൂൾസ് ആണ് കാണേണ്ടത് അല്ലെങ്കിൽ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ക്ലോറോഫൈസിയയിൽ കാണപ്പെടുന്നത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ്. തിയോഫൈസിയയിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ മോളിക്യൂൾസ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ സിയും ആണ്. ഇനി റോഡോഫൈസിയയിൽ കാണപ്പെടുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ഡി. അപ്പൊ ഇങ്ങനെ രണ്ട് ക്ലോറോഫിൽ മോളിക്യൂൾ ആണ് ഇതിനകത്ത് ഗ്രീൻ കളർ പിഗ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആയിട്ട് റോഡോഫൈസിയിൽ കാണുന്നത്. ഇനി അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. അപ്പോൾ ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് അതിനകത്ത് കാണുന്നത്. ഇനി അതിനകത്ത് റിസർവ് ഫുഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റാർച്ച് മോളിക്യൂളാണ്. അപ്പോൾ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റാർച്ച് മോളിക്യൂൾ ആണ് എവിടെ കാണപ്പെടുന്നത്? ഈ പറഞ്ഞ റോഡോഫൈസിയെ എന്ന് പറയുന്ന വിഭാഗത്തിൽ കാണപ്പെടുന്നത്. പിന്നെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെയുള്ള റീപ്രൊഡക്ഷൻ നടക്കാം? വെജിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കാം. അതുപോലെ തന്നെ എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടൈൽ സ്പോർട്സ്. അതിന്റെ ഒരു പ്രത്യേകതയാണ്. റോഡോഫൈസിയുടെ ഒരു പ്രത്യേകതയാണ് എസെക്സ്വൽ സ്പോർട്സ് എന്ന് പറയുന്നത് നോൺ മോട്ടൈൽ ആയിട്ടുള്ള എസെക്സ്വൽ സ്പോർട്സും അതുപോലെ തന്നെ ഗമീറ്റ്സും. അതിന്റെ ഗമീറ്റ്സും നോൺ മോട്ടൈൽ ആണ്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് നോൺ മോട്ടൈൽ ആണ്. അതുപോലെ തന്നെ ഗമീറ്റ്സ് എന്ന് പറയുന്നതും എങ്ങനെയാണ്? നോൺ മോട്ടൈൽ ആണ്. നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകളും നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗമീറ്റ്സും ഒക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്താണ് റോഡോഫൈസി? ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. എന്നിവ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ജെലീഡിയം, ഗ്രാസിലേറിയ എന്നിവ ഇതിന് എക്സാമ്പിൾ ആണ്. റോഡോഫൈസിക്ക് എക്സാമ്പിൾ ആണ്. സോ ദാറ്റ് ഈസ് ദി റോഡോഫൈസി. അപ്പോൾ മൂന്ന് തരത്തിൽ ഉള്ള ആൽഗകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ക്ലോറോഫൈസിയെ, ഇറ്റ് ഈസ് ഗ്രീൻ ആൽഗെ. രണ്ടാമത് ഫിയോഫൈസിയെ, ഇറ്റ് ഈസ് ബ്രൗൺ ആൽഗെ. മൂന്നാമത് റോഡോഫൈസിയെ, റെഡ് ആൽഗെ. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടുന്ന പ്ലാന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ബ്രയോഫൈറ്റുകളാണ്. ബ്രയോഫൈറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ബ്രയോഫൈറ്റുകളെ മറ്റൊരു പേര് നമ്മൾ വിളിക്കുന്നത് they are the amphibians of the plant kingdom എന്നാണ്. They are the amphibians of the plant kingdom. Plant kingdത്തിലെ ആംഫിബിയൻസ് എന്നറിയപ്പെടുന്ന ജീവിവർഗം ആണ് ഏത്? ബ്രയോഫൈറ്റുകൾ. എന്തുകൊണ്ടാണ് ഇവയെ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് പൊതുവെ വാട്ടർ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ, അതല്ലെങ്കിൽ വളരെ വാട്ടർ കൂടുതൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, വെറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ, വളരെ ഡാമ്പ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഒക്കെ കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ഈ പറഞ്ഞ ബ്രയോഫൈറ്റ്സ്. കൂടാതെ അവയുടെ റീപ്രൊഡക്ഷന് വേണ്ടി, സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന് വേണ്ടി എ ഫിലിം ഓഫ് വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ.
അപ്പോൾ വാട്ടറിന്റെ ഒരു മീഡിയം എപ്പോഴും ആവശ്യമാണ്. അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? വാട്ടറിന്റെ ഒരു മീഡിയം അവിടെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ വാട്ടറിന്റെ ഒരു മീഡിയം എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുക? ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുക. അപ്പോൾ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽഗകളേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റുകൾ. ആൽഗകൾ എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രയോഫൈറ്റുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലിവർവർട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, രണ്ടാമത്തത് മോസസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ ലിവർവർട്സ് എന്ന് പറയുന്ന വിഭാഗവും അതുപോലെ തന്നെ മോസസ് എന്ന് പറയുന്ന വിഭാഗവും, അങ്ങനെ രണ്ട് തരത്തിലുള്ള എന്താണ് ബ്രയോഫൈറ്റുകൾ ആണ് ഉള്ളത്. എന്താണ് ഈ ലിവർവർട്സ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രത്യേകത? ലിവർവർട്സ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രത്യേകത അവ താലോയിഡ് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള താലോയിഡ് പ്ലാന്റ് ബോഡിയോട് കൂടിയ ഓർഗാനിസമാണ്. അതിന് എങ്ങനെയാണ്? ഒരു ഡോർസൽ സൈഡും ഒരു വെൻട്രൽ സൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാറ്റൻഡ് താലോയിഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബോഡിയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ വളരെ പരന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ബോഡിയാണ്, താലോയിഡ് ആണ്. അതിന് ഒരു ഡോർസൽ സൈഡും ഉണ്ട്, ഒരു വെൻട്രൽ സൈഡും ഉണ്ട്. ഇനി അതിന്റെ ലോവർ സൈഡിൽ നിന്ന് എന്തുണ്ടാവും? ഇതുപോലുള്ള ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ കാണുന്നത് പോലെ നമുക്ക് റൈസോയിഡ്സ് അല്ലെങ്കിൽ വേരുകൾക്ക് സമാനമായ, റൂട്ട്സിന് സമാനമായ ചില സ്ട്രക്ചേഴ്സ് അതിന്റെ ലോവർ സർഫസിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വളരെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഡോർസി വെൻട്രൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു മുകൾ ഭാഗവും ഒരു താഴെ ഭാഗവും വരത്തക്ക രീതിയിലുള്ള ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബോഡിയാണ് ലിവർവർട്സ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഉള്ളത്. അതേസമയം മോസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മോസസിന് പ്രധാനമായിട്ടും ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, അതുപോലെ തന്നെ ലീഫ് ലൈക്ക് സ്ട്രക്ചർ, അങ്ങനെയൊക്കെയുള്ള ചില സ്ട്രക്ചേഴ്സ് കാണാം. ലീഫ് ലൈക്ക് സ്ട്രക്ചർ, സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ആൻഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഏതിൽ കാണാം? മോസ് പ്ലാന്റുകൾക്ക് കാണാം. അപ്പൊ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏത് വിഭാഗത്തിലാണെങ്കിലും ഇവയെ എന്തെന്ന് വിളിക്കുന്നു? ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു. ഇനി ലിവർവർട്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ചില പ്ലാന്റുകൾ, ഉദാഹരണമായിട്ട് റിസിയ, അതുപോലെ തന്നെ മാർക്കാൻഷ്യ, അതിന് എക്സാമ്പിൾ ആണ്. റിസിയ അതുപോലെ തന്നെ മാർക്കാൻഷ്യ എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സില് അതിന്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഒരു ഗെമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. ഗെമറ്റോഫൈറ്റ്. അപ്പോൾ പ്ലാന്റ് ബോഡി ഈസ് എ ഗെമറ്റോഫൈറ്റ്. എന്തുകൊണ്ടാണ് അതിനെ ഗെമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്? പ്ലാന്റ് ബോഡി ഈസ് എ ഗെമറ്റോഫൈറ്റ്. അതിനെ ഗെമറ്റോഫൈറ്റ് എന്ന് വിളിക്കാൻ കാരണം ദാറ്റ് ഈസ് ഗെമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അത് ഡ്യൂറിങ് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഗെമറ്റോഫൈറ്റ്, ഗെമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ബോഡി ആയതുകൊണ്ടാണ് അതിനെ എന്ന് വിളിക്കുക? ഗെമറ്റോഫൈറ്റ് എന്ന് പറയും. അപ്പോൾ ഗെമറ്റോഫൈറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഗെമറ്റാൻജിയ ഇൻ സർട്ടൈൻ സ്ട്രക്ചേഴ്സ്. ഇതിനകത്ത് ഇപ്പൊ ഗെമറ്റാൻജിയ എന്ന് പറയുന്നത് ഈ പ്ലാന്റ് ബോഡിയുടെ ഉള്ളിലായിട്ട് കാണാം. ചില പ്ലാന്റിൽ, ചിലതിനകത്താണെങ്കിൽ ചില ഏരിയൽ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഏരിയൽ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഏരിയൽ സ്ട്രക്ചേഴ്സിനകത്ത് ഇത് ഉണ്ടാകുകയും ആ ഏരിയൽ സ്ട്രക്ചറിന്റെ ഉള്ളിലായിട്ട് ഗെമറ്റാൻജിയ ഉണ്ടാകുകയും ചെയ്യും. എന്താണ് ഗെമറ്റാൻജിയ? ഗെമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനാണ് ഗെമറ്റാൻജിയ. അപ്പോൾ ഗെമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ഒന്നുകിൽ ഈ പ്ലാന്റ് ബോഡി ഉള്ളിലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു ചില സ്പീഷീസിൽ, മറ്റു ചില പ്ലാന്റുകളിൽ എന്ത് ചെയ്യുന്നു? അത് ഏരിയൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മുകളിലായിട്ട് ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകും. അതിനകത്ത് മെയിൽ റീപ്രൊഡക്ടറി ഓർഗൻ അതിനെ ആന്തറീഡിയ എന്ന് വിളിക്കും. മെയിൽ റീപ്രൊഡക്ടറി ഓർഗനെ എന്ന് വിളിക്കും? ആന്തറീഡിയ, സിംഗുലർ ആന്തറീഡിയം. ഇനി ഫീമെയിൽ റീപ്രൊഡക്ടറി ഓർഗനെ ആർച്ചിഗോണിയം എന്ന് വിളിക്കും. ആർച്ചിഗോണിയ പ്ലൂറൽ.
അപ്പൊ ആന്തറീഡിയ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗനും ആർച്ചിഗോണിയ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഓർഗനും ഇതിനകത്ത് താലസുകളിൽ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ഈ ഓർഗൻസിലാണ് എന്തുണ്ടാകുന്നത്? മെയിൽ ഗമേറ്റ്സും ഫീമെയിൽ ഗമേറ്റ്സും ഉണ്ടാകുന്നത്. അപ്പൊ ഈ മെയിൽ ഗമേറ്റ്സ് എന്ന് പറയുന്നത് ആന്തറോസോയിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ആന്തറീഡിയ എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ, ഈ ഓർഗൻ ക്യാൻ പ്രൊഡ്യൂസ് ആന്തറോസോയിഡ്സ്. They can produce ആന്തറോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗമേറ്റ്സ്. ആന്തറോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗമേറ്റ്സ്. അപ്പോൾ മെയിൽ ഗമേറ്റ്സ് ആന്തറോസോയിഡ്സ്. ആർച്ചിഗോണിയ ക്യാൻ പ്രൊഡ്യൂസ് ദി എഗ്. ആർച്ചിഗോണിയ ക്യാൻ പ്രൊഡ്യൂസ് ദി എഗ്. അപ്പോൾ ആർച്ചിഗോണിയ എന്ന് പറയുന്ന ഫീമെയിൽ ഓർഗൻ എഗ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആന്തറിഡിയ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗൻസ് ആന്തറോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയും അപ്പോൾ അങ്ങനെ ഈ മെയിൽ ഗമേറ്റ്സ് ഫീമെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഗോട്ടിൽ നിന്ന് മറ്റൊരു സ്ട്രക്ചർ ഉണ്ടാകും. അതിനെയാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്തറോസോയിഡ്സും അതുപോലെ തന്നെ എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് ലേറ്റർ വിൽ ബിക്കം ദ സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ്. അങ്ങനെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഈ സ്പോറോഫൈറ്റിൽ നിന്ന് പിന്നെ മിയോസിസ് നടന്ന് സ്പോറോഫൈറ്റിനകത്ത് മിയോസിസ് നടന്നിട്ട് സ്പോർട്സ് ഉണ്ടാകും. ആ സ്പോർട്സിൽ നിന്ന് ഗമറ്റോഫൈറ്റും ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പൊ ഈ ഗമറ്റോഫൈറ്റിനകത്ത് നിന്ന് ഈ പറഞ്ഞ ആന്ത്രിഡിയയും ആർച്ചിഗോണിയയും എന്ന് പറയുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടായി. ആ സ്ട്രക്ചേഴ്സിൽ നിന്ന് ആന്ത്രോസോയിഡ്സും എഗ്ഗും ഉണ്ടായി. ആ എഗ്ഗിൽ നിന്ന് സൈഗോട്ട് ഉണ്ടായി. ഫെർട്ടിലൈസേഷന് ശേഷം എഗ്ഗ് സൈഗോട്ടായി മാറി. സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായി. ആ സ്ട്രക്ചറിനകത്ത് നിന്ന് മിയോസിസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ സ്പോറുകൾ ഉണ്ടാകുകയും ആ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഈ പ്ലാന്റുകൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ പ്ലാന്റിനകത്ത് ലൈഫ് സൈക്കിൾ നടക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ടായി. ആ ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് പിന്നെന്തുണ്ടായി? ഗമറ്റാൻജിയ ഉണ്ടായി. ഗമറ്റാൻജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെയിൽ ഗമറ്റാൻജിയ ആന്ത്രിഡിയ ആൻഡ് രണ്ടാമത്തത് ഫീമെയിൽ ഗമറ്റാൻജിയ ഇസ് ആർച്ചിഗോണിയ. അപ്പോൾ ആന്ത്രിഡിയയും ആർച്ചിഗോണിയയും രണ്ട് മെയിലും ഫീമെയിലും ഗമറ്റാൻജിയ ഉണ്ടായി. ആ മെയിലും ഫീമെയിലും ഗമറ്റാൻജിയയിൽ നിന്ന് പിന്നെ എന്തുണ്ടായി? ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗമേറ്റ്സ് പിന്നെ ഫീമെയിൽ ഗമേറ്റ് എഗ് ഉണ്ടായി. ഈ ആന്ത്രോസോയിഡ്സും അതുപോലെ തന്നെ എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്ത് പിന്നെ അല്ലെങ്കിൽ സൈഗോട്ടിൽ നിന്ന് നേരിട്ട് സ്പോറോഫൈറ്റ് ഉണ്ടായി. ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്പോറോഫൈറ്റിനകത്ത് ക്രോമസോം നമ്പർ എങ്ങനെയായിരിക്കും? ഡബിൾഡ് ആയിരിക്കും. ഡബിൾ നമ്പർ ഓഫ് ക്രോമസോംസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെ ആ സ്പോറോഫൈറ്റിൽ നിന്ന് മിയോസിസിന്റെ ഫലമായിട്ട് സ്പോറുകൾ ഉണ്ടായി. ആ സ്പോറുകൾ ഉണ്ടായിട്ട് അതിൽ നിന്നാണ് ഗമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റും അതുപോലെ തന്നെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റും ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? രണ്ട് തരത്തിലുള്ള പ്ലാന്റുകൾ ഇവിടെ ഉണ്ടാകുന്നു. ഒന്ന് ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. ഈ നമ്മൾ കണ്ട പ്ലാന്റ് എന്താണ്? നമ്മൾ ഡോഴ്സി വെൻട്രൽ ആയിട്ടുള്ള താലോയിഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അത് ഗമറ്റോഫൈറ്റ് ആണ്. ആ ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്നതിനകത്ത് ഗമറ്റാൻജിയ ഉണ്ടാവുകയും ഗമറ്റാൻജിയയിൽ നിന്ന് ഗമേറ്റുകൾ ഉണ്ടാവുകയും പിന്നെ ആ ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുകയും സൈഗോട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ സ്പോറോഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ മിയോസിസിന്റെ ഫലമായിട്ട് സ്പോറുകൾ ഉണ്ടാകും. സ്പോറുകൾ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അങ്ങനെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുകയും ആ ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് പിന്നീട് ഗമറ്റോഫൈറ്റ് ആയിട്ട് വളർന്ന് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ലൈഫ് സൈക്കിൾ ഇൻ ലിവർവർട്സ്.
അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് ലിവർ ബർസിനകത്ത് നടക്കുന്നത് പോലെ മോസ് പ്ലാന്റുകളിലും ഈ പറഞ്ഞ രീതിയിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നു. മോസ് പ്ലാന്റിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഏതിലുള്ളത്? മോസ് പ്ലാന്റുകളിൽ ഉള്ളത്. അപ്പോൾ മോസ് പ്ലാന്റുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക്, അതുപോലെ തന്നെ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് എക്സാമ്പിൾ, മോസസിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഒന്ന് സ്ഫാഗ്നം, എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഫ്യൂണേറിയ, ഫ്യൂണേറിയ എന്നിവ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്ലാന്റ്, ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, അതുപോലെ തന്നെ ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. അങ്ങനെ റൂട്ട് ലൈക്ക് സ്ട്രക്ചറും ലീഫ് ലൈക്ക് സ്ട്രക്ചറും, സോ ദാറ്റ് ഈസ് ദി ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഗെമറ്റോഫൈറ്റിക് പ്ലാന്റിനകത്ത് പിന്നെ എന്തുണ്ടാകുന്നു? ഗെമറ്റാഞ്ചിയ ഉണ്ടാകുന്നു, ആന്തറീഡിയം. ഇപ്പോ വേറൊരു പ്ലാന്റിനകത്തോ അതല്ലെങ്കിൽ ഇതിനകത്ത് മറ്റൊരു ബ്രാഞ്ചിനായിട്ടോ മറ്റൊരു ബ്രാഞ്ച് ഉണ്ടാകുകയും ഈ ബ്രാഞ്ചിൽ നിന്നോ പിന്നെ എന്തുണ്ടാകുന്നു? ആർച്ചിഗോണിയ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്ടറി ഓർഗൻ ഉണ്ടാകും. അങ്ങനെ ഫീമെയിൽ റീപ്രൊഡക്ടറി ഓർഗൻ ഉണ്ടാകുകയും ഇത് ആർച്ചിഗോണിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകും. അപ്പോൾ ആന്ത്രീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറും ആർച്ചിഗോണിയ എന്ന് പറയുന്ന സ്ട്രക്ചറും ഇതിനകത്ത് ഉണ്ടാകുകയും അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഫെർട്ടിലൈസേഷൻ, ആന്ത്രീഡിയം ക്യാൻ പ്രൊഡ്യൂസ് ആന്തറോസോയിഡ്സ് or the male gametes. Antherozoids or male gametes ഉണ്ടാകും. അതുപോലെ തന്നെ ആർച്ചിഗോണിയ ക്യാൻ പ്രൊഡ്യൂസ് എഗ് ഓർ ദി ഫീമെയിൽ ഗമേറ്റ്, എഗ് ഓർ ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാകുന്നു? സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? നേരിട്ട് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായി മാറുന്നു. സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇതിനകത്ത് ഉണ്ടാകും. സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്പോറോഫൈറ്റ്, ഇപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ മുകൾ ഭാഗത്തായിട്ട് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കാണും. സോ ദാറ്റ് ഈസ് ദി സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സ്ട്രക്ചറാണ്. 3 ഭാഗങ്ങളുണ്ട്, ഒരു ഫ്രൂട്ട്, ഒരു സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. അങ്ങനെ ഫ്രൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന 3 ഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത്രയും ഭാഗം ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? ഈ സൈഗോട്ടിൽ നിന്നാണ്. അങ്ങനെ സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടായി. ഈ സ്പോറോഫൈറ്റിൽ നിന്ന് പിന്നെ സ്പോറുകൾ ഉണ്ടായി. സ്പോർട്സുകൾ പിന്നെ പ്രോട്ടോനീമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറും. പ്രോട്ടോനീമ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരു ഹൈലി താലോയിഡ് ആൻഡ് ഫിലമെന്റസ് സ്ട്രക്ചറാണ്. ഹൈലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രീൻ കളേർഡ് ഹൈലി ബ്രാഞ്ച്ഡ് ആൻഡ് റീബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. ആ സ്ട്രക്ചറിൽ നിന്ന് ചില സ്പ്രൗട്ടിങ്ങിലൂടെ എന്തുണ്ടാകും? ഈ പറഞ്ഞ ഗെമറ്റോഫൈറ്റുകൾ ഉണ്ടാകും. ഈ പറഞ്ഞ ഗെമറ്റോഫൈറ്റുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാകും. ഗെമറ്റോഫൈറ്റുകൾ ഉണ്ടാകുന്നു. ആ ഗെമറ്റോഫൈറ്റിൽ നിന്ന് ഗമേറ്റ്സ് ഉണ്ടാകുന്നു. അങ്ങനെ ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 പ്ലാന്റുകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഒരു ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. സ്പോറോഫൈറ്റ്. ആ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്, ഈ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്നതാണ്. സ്പോർ ഉണ്ടാകുന്നത് എപ്പോഴും മിയോസിസിന്റെ ഫലമായിട്ടാണ്. മിയോസിസിന് വിധേയമായിട്ട് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷന് വിധേയമായിട്ടാണ് സ്പോറുകൾ ഉണ്ടാകുന്നത്.
അങ്ങനെ ആ സ്പോറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോറുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ക്രോമസോം നമ്പർ എത്രയുണ്ടോ അതിനെ ഹാപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പറുകൾ ഈ ഗമറ്റോഫൈറ്റില് സ്പോറോഫൈറ്റിൽ എത്രയുണ്ടോ അതിന്റെ പകുതിയായിരിക്കും എവിടെ ഉണ്ടാകുക, സ്പോറിലും അതുപോലെ തന്നെ ആ ഗമറ്റോഫൈറ്റിലും ഉണ്ടാകുക. അപ്പോൾ അവിടെ സ്പോറോഫൈറ്റില് അതിന്റെ ഇരട്ടി, എത്ര ക്രോമസോം ഇവിടെ ഉണ്ടോ ആ ഗമറ്റോഫൈറ്റിൽ എത്ര ക്രോമസോം ഉണ്ടോ അതിന്റെ ഇരട്ടിയാണ് സ്പോറോഫൈറ്റിൽ ഉണ്ടാകുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? രണ്ട് സൈഗോട്ടുകൾ രണ്ട് ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്ത ഒരു സൈഗോട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ രണ്ട് ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാകുമ്പോൾ ഈ രണ്ട് ഗമേറ്റുകളിലും കാണുന്ന ക്രോമസോമുകളുടെ ഇരട്ടി ക്രോമസോം, അതായത് ഡിപ്ലോയിഡ് ക്രോമസോം ആണ് സൈഗോട്ടിൽ ഉണ്ടാകുക. അങ്ങനെ ഈ ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്നാണ് സ്പോറോഫൈറ്റ് ഉണ്ടാകുക. അങ്ങനെ ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഇത്രയും സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്രോമസോം എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരട്ടി നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോറുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ക്രോമസോം ഹാപ്ലോയിഡ് ആയിട്ട് മാറും, ഹാപ്ലോയിഡ് ക്രോമസോംസ് ആയിട്ട് മാറും. ഹാപ്ലോയിഡ് എന്ന് പറയുന്നതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ n നമ്പർ ഓഫ് ക്രോമസോം എന്നാണ്. അതേസമയം സ്പോറോഫൈറ്റില് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2n നമ്പർ എന്നാണ്. അപ്പൊ ഇരട്ടി ക്രോമസോം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ സ്പോറുകൾ, ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടായി. ഹാപ്ലോയിഡ് സ്പോറുകളിൽ നിന്ന് പ്രോട്ടോനീമിയ ഉണ്ടായി. പ്രോട്ടോനീമിയയിൽ നിന്ന് പിന്നെന്തുണ്ടായി? ഈ പറഞ്ഞ ഗമറ്റോഫൈറ്റുകൾ ഉണ്ടായി. ആ ഗമറ്റോഫൈറ്റിൽ നിന്ന് പിന്നെന്തുണ്ടായി? ആ സ്പോറോഫൈറ്റ് ഉണ്ടായി. സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോറുകൾ ഉണ്ടായി. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ട് തരത്തിലുള്ള പ്ലാന്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഗമറ്റോഫൈറ്റ്, രണ്ട് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ്. അപ്പൊ ഈ ഒരു അവസ്ഥ രണ്ടും ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു സ്പോറോഫൈറ്റും ഒരു ഗമറ്റോഫൈറ്റും ഉണ്ടാകുന്നതിനെ ആൾട്ടർനേഷൻ ഓഫ് ടു ജനറേഷൻസ് എന്ന് വിളിക്കും. മറ്റൊരു ടേം നമ്മൾ പഠിച്ചു, എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ടു ജനറേഷൻസ്. Alternation of two generations.